സൂപ്പർ അടിപൊളി. ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാനും ഉണ്ടാക്കാനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ചോക്ലേറ്റ് സ്പഞ്ച് വേണം. ഏതായാലും കുഴപ്പമില്ല, ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. ഞാൻ ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചോക്ലേറ്റ് ക്രീമി ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ജെല്ലി ഫില്ലിങ്ങും കൊടുക്കുന്നുണ്ട്. ജെല്ലിയും അതെ, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. ഞാനിവിടെ റാസ്ബെറിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്ട്രോബെറി, മാംഗോ, പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് ജെല്ലി ഫ്ലേവർ അവൈലബിൾ ആണ്. അതിലേത് വേണമെങ്കിലും എടുക്കാം. എനിക്കൊന്നും കൂടി ഇഷ്ടം റാസ്ബെറി ആയത് കാരണം ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കുന്നത് ഞാൻ റെഡിമെയ്ഡ് പാക്കറ്റ് മേടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാനും ഒന്നും അറിയാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലുള്ള ഒരു സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് സ്പഞ്ചാണ് റെഡിയാക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേക്ക്. അപ്പോൾ ഇന്ന് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ആക്കി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇപ്രാവശ്യം വിപ്പിംഗ് ക്രീം എനിക്കൊരു പണി തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു വിപ്പിംഗ് ക്രീം കിട്ടിയിട്ടില്ല. പിന്നെ നാട്ടിലത്തെ അത്ര തിക്നെസ്സും ഫ്ലേവറും മധുരം ഒന്നുമില്ല. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഷുഗർ പൗഡറാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലേവറും മധുരമൊക്കെ വന്നത്. അപ്പോൾ ഇവിടുത്തെ നല്ലൊരു വിപ്പിംഗ് ക്രീം സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ. അപ്പോൾ അതാ ഷുഗർ പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടും ഒരു തിക്നെസ് കിട്ടിയിട്ടില്ല. എന്നാലും സാരില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റിൽ കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഫുള്ള് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇനിയും കൂട്ടുക കുറക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേക്കും ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വെക്കുക. പിന്നെ അതാ ഞാൻ ഈ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഏത് ഫ്ലേവർ ആയാലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ഫുള്ളും ഒരു ചോക്ലേറ്റിലാണ് പുഡിംഗ് തയ്യാറാക്കൽ. അപ്പോൾ ഇതിൽ കൂടെ ഈ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതാ ഏത് പാത്രത്തിലാണ് പുഡിംഗ് തയ്യാറാക്കുന്നത് ആ ഒരു ഷേപ്പിൽ കേക്ക് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിറപ്പിനായിട്ട് ഒരു ഗ്ലാസ് പാലിലേക്ക് മധുരം ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഇതാ ഒരു മൂടി വാനില എസൻസ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതും വെച്ച് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെറ്റ് ചെയ്ത കേക്കാണെങ്കിൽ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇനി അടുത്തത് നേരത്തെ ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും നല്ലപോലെ എല്ലാ സൈഡിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യൽ തന്നെയാണ്. കേക്ക് വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നട്ട്സ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നട്ട്സ് പൗഡർ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, കുഴപ്പമില്ല. ഇതുപോലെ പൗഡർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഉള്ള ക്രീം ഒഴിച്ചിട്ട് പുഡിംഗ് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഇവിടെ റാസ്ബെറി ജെല്ലി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വിപ്പിംഗ് ക്രീം ചെറുതായിട്ടൊരു പണി തന്നെന്ന്.
അത് ഇതാണ്. തീരെ ഫ്രീസ് ചെയ്തിട്ടും അങ്ങോട്ട് ഹാർഡാവുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല വിപ്പിംഗ് ക്രീം നോക്കിയെടുക്കാൻ നോക്കുക. എന്നിട്ട് അത് നല്ല സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ജെല്ലിയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല വിപ്പിംഗ് ക്രീം നല്ല സെറ്റായതിനു ശേഷം ഈ ജെല്ലിയുടെ സിറപ്പ് ഒഴിക്കുകയാണെങ്കിൽ ക്രീമിൻ്റെ മേലെ തന്നെ ഒരു വേറെ ജെല്ലി ലെയർ ഫോം ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ ജെല്ലി ഫുള്ള് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ താഴെയാണ് ഒരു ലെയർ ഫോം ചെയ്തിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ബാക്കി വന്ന കേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ചോക്ലേറ്റും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെറുതെ ചായക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കണ്ട, എൻ്റെ ജെല്ലിയൊക്കെ താഴെ വന്നിട്ട് വേറെ ഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റിൻ്റെ കൂടെ ഈ ഒരു റാസ്ബെറി ഫ്ലേവർ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫ്ലേവറാണ് ചോക്ലേറ്റിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു ജെല്ലി എടുക്കാവുന്നതാണ്. പിന്നെ ലായിക്ക മധുരത്തിനോട് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷേ കഴിച്ചിട്ട് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസായിട്ട് ഇനി വരാം. അതുവരേക്കും ബൈ.